റഷ്യ ഉക്രൈൻ വിഷയവുമായിട്ടും അമേരിക്കയുമായിട്ടും ബന്ധപ്പെട്ട് ചില ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് പുതിയ ആരോപണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അലിഗേഷൻ ടു ബറാക്ക് ഒബാമ അവരുടെ ടീം, അതായത് ഹിലറി ക്ലിന്റൺ, അതുപോലെ തന്നെ ജോ ബൈഡൻ, ഇതൊക്കെ ബന്ധപ്പെട്ട് ഒരു വലിയ അലിഗേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ 2016 2020 ഇവർ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ള അലിഗേഷനാണ് ഓവൽ ഓഫീസിൽ നിന്ന് വലിയ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം പല പല ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഇടയിൽ പുള്ളി ഒരു ലോങ് സ്പീച്ചാണ് കൊടുത്തത്. ആ ലോങ് സ്പീച്ചിൽ പറഞ്ഞു വെച്ചത് ബില്യൺ കണക്കിൽ ഡോളർ മുടക്കി ഡൊണാൾഡ് ട്രംപിനെതിരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പല റിപ്പോർട്ടുകളും ഇവർ പ്രൊഡ്യൂസ് ചെയ്തു, ജനറേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട അലിഗേഷൻ. What they did to this country in 2016, starting in 2016, but going up to 2020 in the election, they tried to rig the election and they got caught. And there should be very severe consequences for that. You know, when we caught Hillary Clinton, I said, you know what? Let's not go too far here. It's the ex-wife of a president. അപ്പോൾ ഇതിന് ബെർണി സാൻഡേഴ്സ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് ജസ്റ്റ് ഭരണത്തിൽ കയറിയതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഒരു 150-200 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ എന്തിനാണ് ഈ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വരുന്നത്? സോളിഡ് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി കോടതിയിൽ കൊടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അത് ആ വഴിക്ക് നടക്കും. അല്ലാതെ ഇങ്ങനെ പത്രസമ്മേളനമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനെയോ മറയ്ക്കുന്ന, അതായത് എന്തിനൊക്കെയോ വേണ്ടിയിട്ട് അറ്റൻഷൻ വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു എലിഗേഷനായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്ന് ബെർണി സാൻഡേഴ്സ് പറയുന്നുണ്ട്. ബെർണി സാൻഡേഴ്സ് എപ്പോഴും ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കോടതി പരിശോധിക്കും. തീർച്ചയായിട്ടും ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ഡൊണാൾഡ് ട്രംപിന് അയാളുടെ കണ്ടെത്തലുകൾ അത് പുറത്തു പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന കാര്യം വളരെ പെർഫെക്റ്റ് തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ USAIDുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ബ്ലാക്ക് റോക്ക് സംഘടനയും ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഈ ക്ലിന്റൺ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ഹിലറി ക്ലിന്റൺ, ബിൽ ക്ലിന്റൺ, അതുപോലെ തന്നെ മിഷേൽ ഒബാമ, ബറാക്ക് ഒബാമ, ഇതുപോലെ ബന്ധപ്പെട്ട കുറേ ചാരിറ്റി പ്രവർത്തകരൊക്കെ ഉണ്ട്. കുറച്ച് സൊമാലിയക്കാരൊക്കെ ഉണ്ട് അവിടെ. ആ രീതിയിൽപ്പെട്ട ഇൽഹാം ഒമർ എന്ന് പറഞ്ഞ ലേഡി, അങ്ങനെ ഇങ്ങനെ കുറച്ചൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ, സെറ്റ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇവരെല്ലാം തന്നെ ഒരു പ്രൊപ്പഗണ്ട നടത്തുന്ന, ഒരു ലെഫ്റ്റ് ലിബറലിസം കൊണ്ടുപോകുന്ന ചില വ്യക്തികളാണ്. അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ക്യാമ്പയിനും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിധി വിട്ടുള്ള ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ടെത്തൽ. അപ്പോൾ പുള്ളി കോടതിയിൽ അത് നേരിടുമെന്നാണ് പറയുന്നത്. ഈ വിഷയം നമ്മൾ ഏതാണ്ട് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. USAID എന്നുള്ള ടൈറ്റിലിൽ തന്നെ നമ്മൾ കുറേ വീഡിയോസ്, ചെയിൻ ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടവർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് 2016 അവരുടെ ആ ഒരു ശ്രമം പരാജയപ്പെട്ടു, പക്ഷേ 2020 ആ ശ്രമം വിജയിച്ചു എന്നും കൂടി പുള്ളി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എൽ സാൽവഡോറിൽ $33 മില്യൺ വർത്ത് വരുന്ന മറ്റേ മരുന്ന് കടത്തുന്ന സമയത്ത് ഒരു ഷിപ്പിനെ അവിടെ സീസ് ചെയ്തിട്ടുണ്ട്. 33 മില്യൺ വർത്ത് വരുന്ന മരുന്ന് കച്ചവടം എൽ സാൽവഡോറിൽ. ചൈനയിൽ ഹെവി ഫ്ലഡാണ്. ഹെവി ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പൈൻസിൽ ഉണ്ടായിരുന്ന ടൈഫൂൺ ചുഴലിക്കാറ്റ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. അവിടെ ഫാം ലാൻഡുകൾ, ഏക്കർ കണക്കിൽ കൃഷിഭൂമി, കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിളവുകളോടുകൂടി തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. കാർ ഉൾപ്പെടെ പല വീടുകളെല്ലാം തന്നെ മുങ്ങിക്കിടക്കുന്നത്. മരണനിരക്ക് 2 എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10 പേർക്ക് ഈ ഒരു ചുഴലിക്കാറ്റിൽ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. പുടിൻ 2 മേഖലകളിൽ കടുത്ത ആക്രമണം നടത്തിയിട്ടുണ്ട്. സമി റീജിയനിലും ഒഡീഷ മേഖലയിലും ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. കാരണം ഒഡീഷ മേഖലയിൽ ആക്രമണം നടത്താനുള്ള സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ക്രീമിയ ഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഉക്രൈന് വേറൊരു മേഖലയും റഷ്യക്കുള്ളിൽ ഇവർക്ക് ഗ്രൗണ്ട് ഫോഴ്സിനെ വെച്ചിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ക്രീമിയ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് നടത്തുകയാണ്. അതായത് ഈ ക്രേക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ക്രീമിയയിലേക്ക് റഷ്യയിൽ നിന്നും ആകെ കൂടെ പോകുന്ന ഒരു വഴിയാണ് ഈ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാണ്. എങ്ങനെയെങ്കിലും ആ ബ്രിഡ്ജ് തകർത്തു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും ക്രീമിയയെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ്, ആ ഒരു സ്ട്രാറ്റജിക് പോയിന്റിലാണ് ഉക്രൈൻ വളരെയധികം സ്റ്റിക്ക് ഓൺ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെലൻസ്കി ചോദിച്ചിരിക്കുകയാണ്, ഞാൻ ടോക്കിന് റെഡിയാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ്, ഡയറക്റ്റ് ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ എൻ്റെ സൈഡ് സ്ട്രെങ്തൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അടി മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് സംസാരിക്കാൻ താല്പര്യമില്ല. നെഗോസിയേഷന് എൻ്റെ സൈഡ് വീക്കായിരിക്കും. അപ്പോൾ എൻ്റെ ഫയറിംഗ് പവർ ഒന്ന് ശക്തിപ്പെടുത്തി തരണം, എൻ്റെ ഫയറിംഗ് പവർ ഒന്ന് കൂട്ടിത്തരണമെന്ന് സഖ്യരാഷ്ട്രങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. UK യോടും യൂറോപ്പിനോടും നാറ്റോ രാജ്യങ്ങളോടും അതേപോലെ അമേരിക്കയോടും തന്നെ ചോദിച്ചിട്ടിരിക്കുകയാണ്.
പക്ഷേ അവരാരും തന്നെ ഒരു രീതിയിലും ഒരു റെസ്പോണ്ടും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിലുപരിയായിട്ട് ഡൊണാൾഡ് ട്രംപ് പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട് വ്ളാഡിമിർ പുടിന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. വ്ളാഡിമിർ പുടിനും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചർച്ച നടക്കുന്ന സ്ഥലം ബീജിംഗ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇതുവരെ തീരുമാനമാകാത്തത്. അപ്പോൾ എല്ലാ ഭാഗത്തും സെലൻസ്കി പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ എങ്ങനെയെങ്കിലും ഇതിന് തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കീർ സ്റ്റാർമർ UK നിന്ന് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിന്റെ സഹകരണം വളരെ കുറവാണ് ഏത് വിഷയത്തിൽ, അതായത് ഈ ഒരു റഷ്യക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് ഉക്രൈനെ സഹായിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ കുറച്ച് പുറകിലോട്ടാണ് എന്നുള്ളൊരു വിഷയം യൂറോപ്യൻ യൂണിയന്റെ ഡിഫൻസ് ചീഫായിട്ടുള്ള കീർ സ്റ്റാർമർ തുറന്നു പറഞ്ഞിരിക്കുകയാണെന്ന്. ഇപ്പൊ കീർ സ്റ്റാർമർ പറയുന്നത് നാറ്റോ അലയൻസ് കൊണ്ട് മാത്രം ഒന്നും നടക്കത്തില്ല, യൂറോപ്പിന്റെ ശക്തമായ പിന്തുണ വേണമെന്നാണ് കീർ സ്റ്റാർമർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡ്രിയസ് ക്യുബീലിയസ് വാഷിംഗ്ടണിൽ സംസാരിച്ച സമയത്ത് യൂറോപ്യൻ യൂണിയൻ അവരുടെ മിലിറ്ററി അഥവാ ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്തണം, കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഡേഞ്ചറിലാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ റഷ്യ അവരുടെ ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്തുന്നുണ്ട്, അവരുടെ ആയുധ ഉൽപാദനം അവർ ഇരട്ടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഉക്രൈനുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കുറെ കാലങ്ങളായിട്ട് റഷ്യ പലതരത്തിലുള്ള യുദ്ധത്തിലാണ്. പ്രൊഡക്ഷൻ അവർ തീർച്ചയായിട്ടും അവർ ആയുധം ഉൽപ്പാദിപ്പിക്കും. പണ്ട് തൊട്ടേ അവർ ആയുധം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. റഷ്യയുടെ ഡ്രോൺ മാനുഫാക്ചറിങ് ഫാക്ടറിയുടെ ഡെയിലി ആയിരക്കണക്കിന് ഡ്രോൺ ആണ് അവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡെയിലി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 300, 400, 500, 700 ഡ്രോണൊക്കെ വിടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാനുഫാക്ചറിങ് വേണം. അപ്പൊ അവരുടെ ഉള്ളിലേക്കുള്ള മാനുഫാക്ചറിങ് ഷോർട്ടേജ് വരുമ്പോഴാണ് അവർ നോർത്ത് കൊറിയയിൽ നിന്നും അതേപോലെ ഇറാനിൽ നിന്നൊക്കെ ഡ്രോൺ പർച്ചേസ് ചെയ്യുന്നത്, ഔട്ട്സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ചൈനയുടെ ഡ്രോൺ എല്ലാം കൂടി അവർ മേടിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ഇപ്പം യൂറോപ്പ് അവരുടെ ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്തണം എന്നില്ല. യൂറോപ്പ് അവരുടെ സോവറനിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തിന്റെ ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്തണം. അത് നല്ല കാര്യമാണ്, അത് എല്ലാ രാജ്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള നേവൽ ഡ്രില്ല് ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുള്ളി തന്നെ കാസ്പിയൻ സീന്റെ ഭാഗത്ത് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യക്കുള്ളിൽ ആർസനിൽ റെയിൽവേ ട്രാക്കിന് അഥവാ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വയ്ക്കാൻ വന്ന ഒരു ഉക്രൈനിലെ സ്പൈ പിടിയിലായിട്ടുണ്ട്. അയാളെ പിടികൂടി ആ ഒരു പ്ലോട്ട് ന്യൂട്രലൈസ് ചെയ്തിരിക്കുകയാണ് റഷ്യ. ഇതിപ്പം തുടരെ 5ാമത്തെ 6ാമത്തെ സ്പൈ വർക്കാണ് റഷ്യ ന്യൂട്രലൈസ് ചെയ്യുന്നത്. ഉക്രൈൻ പല രീതിയിലും ഇങ്ങനെ സ്പൈ വർക്കുകളിലൂടെ ശ്രമിക്കുന്നുണ്ട്, പല ശ്രമങ്ങളും പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ സക്സസ്ഫുള്ളി തന്നെ വിജയകരമായിട്ട് ഉക്രൈന് നടത്തി തീർക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ മാത്രം റഷ്യ നടത്തിയ ആക്രമണത്തിൽ 1025 പേർക്ക് മേളിൽ ഉക്രൈൻ്റെ ഉള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാരകമായ ആക്രമണം. റഷ്യ അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങളാണ് ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊരു സൈഡിൽ ഇരുന്നാലും പുടിന് ലോട്ടറി അടിച്ചതുപോലെ ഉക്രൈൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉക്രൈൻ്റെ ജനങ്ങൾ മൊത്തം തെരുവിലാണ്. ഉക്രൈൻ്റെ ജനങ്ങൾ കീവ് സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. അതായത് പ്രൊട്ടസ്റ്റാണ്. എന്ത് പ്രൊട്ടസ്റ്റാണ്? സെലൻസ്കിക്ക് എതിരെയുള്ള പ്രൊട്ടസ്റ്റാണ് നടക്കുന്നത്. സെലൻസ്കി ഇന്നലെ ഒരു ബില്ല് സൈൻ ചെയ്തു. അതാണ് ഇത്രയും നാൾ, അത് 2014 മുതൽ ഉടനീളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലൻസ്കി പല രീതിയിലുള്ള കറപ്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ തന്നെ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിലൊക്കെ പല കമ്പനികളിലും സ്റ്റേക്ക് ഹോൾഡറാണ് സെലൻസ്കി എന്നുള്ളത്. സെലൻസ്കിയുടെ വൈഫിന്റെ പേരിലൊക്കെ ആയിട്ട് പല സ്വത്തുക്കൾ സെലൻസ്കി സമ്പാദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇന്നലെ സെലൻസ്കി ചെയ്തത് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം പാസ്സാക്കാൻ സെലൻസ്കി ഒപ്പിട്ടത് എന്തിനാണെന്ന് പറഞ്ഞാൽ നാഷണൽ ആന്റി കറപ്ഷൻ വിങ്ങിനെ മ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു നിയമം പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അതായത് ആ രാജ്യത്തിനുള്ളിൽ ഇനി ആന്റി കറപ്ഷൻ വിങ് വേണ്ട എന്നുള്ളതാണ് സെലൻസ്കിയുടെ തീരുമാനം. അതായത് കറപ്ഷൻ നടത്തിയ വ്യക്തിക്ക് മാത്രമേ ഈ ഒരു ആന്റി കറപ്ഷൻ വിങ് ഈ രാജ്യത്ത് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാനുള്ള മാനസികാവസ്ഥ വരുള്ളൂ. അല്ലാതെ സാധാരണ കറപ്ഷൻ ഒന്നും ചെയ്യാത്ത ഒരു നല്ല നേതാവാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആന്റി കറപ്ഷൻ വിങ്ങിനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നിയമം പാസ്സാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇത്രയും നാളും സെലൻസ്കിയെ കുറിച്ച് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ വിഷയം തന്നെയാണ്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അമേരിക്കയിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡൻ വഴി ഉക്രൈന് കൊടുത്ത $350 ബില്യൺ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് വ്ളാഡിമിർ സെലൻസ്കി പെട്ടെന്ന് തിടുക്കിട്ട് ഇങ്ങനൊരു ആന്റി കറപ്ഷനെതിരെ ഒരു ബില്ല് പാസ്സാക്കുന്നത്. ഇത് റഷ്യക്ക് കിട്ടുന്ന ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു കറപ്ഷൻ ബില്ല് എത്രയും വേഗം പുട്ട് ബാക്ക്, ആ കറപ്ഷൻ ബില്ലിനെ എത്രയും വേഗം നിങ്ങൾ റിവൈസ് ചെയ്യൂ എന്നുള്ള രീതിയിലൊക്കെ ഉക്രൈൻ്റെ ഉള്ളിൽ നിന്ന് നേതാക്കൾ ഉക്രൈനിലെ സെലൻസ്കിയെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട നീക്കങ്ങളൊന്നും സെലൻസ്കി നടത്തിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സെലൻസ്കി ഒരു പക്ഷേ പൊളിറ്റിക്കൽ അസൈലം അതിലേക്ക് പോയേക്കാം. മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ അസൈലം തേടിയിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം, അതൊക്കെ മിലിറ്ററിയിൽ തന്നെ ഉള്ള ആൾക്കാർ ഉപദേശിക്കുന്നതായിട്ടുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട് സെലൻസ്കിക്ക്. പക്ഷേ സെലൻസ്കി അതൊന്നും സ്വീകരിക്കുന്നില്ല.
നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നത് ഈ പ്രൊട്ടസ്റ്റാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ പ്രൊട്ടസ്റ്റാണ് ഉക്രൈൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പുടിൻ ഇതിനെ വളരെ കീനായിട്ട് വാച്ച് ചെയ്തിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നേരിട്ട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തൂ. ഇതൊക്കെ എത്ര നാൾക്ക് മുമ്പേ പുടിനുമായിട്ടൊരു ഡയറക്റ്റ് ടോക്ക് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് യുദ്ധം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഉക്രൈനിലെ സെലൻസ്കിക്ക് ഈ ഗതി വരുമായിരുന്നില്ല. ഉക്രൈനിലെ ജനങ്ങൾക്കും ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പം നിലവിലെ അവസ്ഥ ഇതാണ്. ഞാനിവിടെ വെച്ചിരിക്കുന്ന ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി തകൃതിയായിട്ടുള്ള ആക്രമണം റഷ്യ ഉക്രൈൻ്റെ മേളിൽ നടത്തിയതാണ്. അതിനകത്ത് ഡിനിപ്രോ, ഡോണസ്ക്, അതേപോലെ തന്നെ സമി റീജിയനിൽ ഒഡേഷ മേഖലയിലൊക്കെ വമ്പൻ ആക്രമണം. ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സെലൻസ്കിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത്രയും നാളും സെലൻസ്കി റഷ്യയാണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് പുടിൻ ഓപ്പൺ ആയിട്ട് തന്നെ സെലൻസ്കിയെ പറഞ്ഞിരിക്കുകയാണ് വെസ്റ്റേൺ പപ്പറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ വെസ്റ്റേൺ പപ്പറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സെലൻസ്കിക്ക് ഇനി വെസ്റ്റേൺ രാജ്യങ്ങൾ തന്നെ ഈ ഒരു പേരിൽ, അതായത് ആന്റി കറപ്ഷൻ ലോ, നാഷണൽ ആന്റി കറപ്ഷൻ ബ്യൂറോയെ ഇയാൾ സൈലന്റ് ചെയ്യുന്നു ഒരു നിയമം പാസ്സാക്കിയിട്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഇടയിൽ സെലൻസ്കിയെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും ഇനി അവരുടെ സപ്പോർട്ട് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള പണിയാണ് ഇപ്പം സെലൻസ്കി കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഉക്രൈനിലെ ഡെവലപ്പിംഗ് സ്റ്റോറീസ് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. Biden gave away $350 billion worth of equipment, or cash. Worse than equipment, cash. So we want to find out about that someday, I guess, right? But they were supposed to buy their own equipment, but I have a feeling they didn't spend every dollar on the equipment. But they are brave. Look, they're fighting a hard fight, and we're no longer going to do that. Our great companies, we make the best military equipment in the world, and our great companies are going to be selling now, and they'll be using it. So even those people that don't want to be in the war, and I'm one of them, but even those people are saying, wow, that's pretty good. That's pretty good. So they'll be able to defend themselves, and we will no longer be paying for it. And I think that's a very കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.